സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ, വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരാ അച്ഛനോ? പിന്നെ അമ്മയാണെന്ന് വിചാരിച്ചോ? ഞാൻ ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു വയ്ക്കും. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിനകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു. അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറയില്ലേ അച്ഛൻ. ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിലിരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചിതയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. മാധവേട്ടാ, കടവയിൽ അടച്ചോ? എന്താ? ആ NSP-ക്കാര് പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000 10,000 ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് കൊണ്ട് കട റെഡി ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട ഏരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കടോ. ഇത് റെസിറ്റ് എഴുതി, പകുതി എഴുതി. സാറിന് എഴുതണ്ട, ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം, വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോലും കൂട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നിൽക്കൂ. ജെയിംസ് വൈ ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ അങ്ങനെ അവിടെ ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയൂ. INSP-യുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് വിരിവാണ്. നിങ്ങളുടെ അല്ല ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലം മാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം. നല്ല അസല് മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിന് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞൊരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്രകാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ, പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു.
ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കല്ല, ഞാൻ ഏറ്റു. വാ പൊതുവാഴ്ച ഏറ്റിട്ടാ. അവന്റെ ഒരു യശ്വന്ത് സഹായി. ഭാരതത്തിന്റെ വിരിമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ, ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വന്ത് സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ. ജനകോടികളുടെ പൊന്നോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുന്നു. അധികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. യശ്വന്ത് സഹായ് സിന്ദാബാദ്, സഹായ് സിന്ദാബാദ്, സഹായ് ജി കി, സഹായ് ജി കി, സഹായ് ജി കി, യശ്വന്ത് സഹായ് ജി കി. നീ മാലാണ് സഹായിക്ക് ഇഷ്ടാവില്ല, ഞാനാണെന്ന് ഫോട്ടോ എടുക്കും. സഹായ് ജി കി, സഹായ് ജി കി, എന്നൊരു കള്ളാട്ടോ. സഹായ് ജി കി, സഹായ് ജി കി. പോയാ പടക്കത്തിന് നീ കൊടുക്കാൻ മതി. പടക്കം സാറില്ല, പടക്കാറ് പടക്കം. വരി വേഗാവട്ടെ വേഗാവട്ടെ, ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ ഇളക്കണോ ഒന്നും പറയുന്നത്. അരമണിക്കൂറിനകം എല്ലാം റെഡിയാവണം. കൃത്യം 12:30 മണിക്ക് സഹായിക്കും ഉണ്ടതാ. ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് ട്രബിളൊക്കെ. അതുകൊണ്ടാ ആയിക്കോട്ടെ, ഒന്ന് വേഗം ഇടൂ. അമ്മ ഇതെന്താ നോക്കി വെക്കുന്നത്? വല്ല പപ്പടം കാച്ചി ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂടെ? നിന്നോടും കൂടി പറയുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ കൂടി എന്നാലോ? സഹായിക്ക് അല്പം കാറ്റ് കിട്ടണേ. ഒന്ന് മാറിക്കൊടുക്കും. മാറും മാറും മാറാൻ മാറും നായിക്കളെ. ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകും. പോകാൻ പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മങ്ങനെ ആയാലോ? नारियल का पानी, എന്താ नारियल पानी, ക്യാ ക്യാ? हमको पीने के लिए नारियल का पानी लाओ. എന്തെന്താ മൂപ്പർ ചോദിക്കണേ? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളം അടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लाओ ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल? ക്യാ ഫുൾ ബോട്ടൽ? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനിയുള്ള മാക്ഡോവലാ. Shut up, idiot. हमको नारियल पानी चाहिए. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവം ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീലഹി സ്ത്രീലഹി. राम राम ബ്രഹ്മ राम. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര്, ഇളനീര്, ഇളനീര്. നമ്മൾ ഇളനീരോ? ഓന്റെ ഇഷ്ടം എന്നാലും ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറയ്. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ. ചെല്ലി ചെല്ലി. ഇതെവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ, ഞാൻ നോക്കിയില്ല. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, കെ ആർ പിയുടെ അച്ഛൻ എവിടെ, കെ ആർ പിയുടെ അച്ഛൻ എവിടെയെന്ന്. കെ ആർ പിയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവും. അറിയോ? അയ്യോ, അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റൂ. കാല് പിടിക്കാൻ രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവമല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവമല്ലേ. വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു വരി ഊതരുത്. എല്ലാം കിട്ടിയില്ലേ? അച്ഛൻ അച്ഛൻ വാന്ന്. ഒന്നുകൂടെ കൊടുക്കും. ഉണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം വേഗം ആവട്ടെ. എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ല അച്ഛാ,
കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് മിണ്ടാതിരിക്ക്. ഓ, കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको. ये हमारा മറ്റേ പ്രകാശൻ का അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ. മുതിർന്നാൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെ തോന്നുന്നു ഹിന്ദി പറഞ്ഞാൽ കണ്ണിൽ തന്നെ നോക്കണം. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. Who are you? क्या चाहिए? ചായ വേണോ? चुप! मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ. हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी. और याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदार बंदर का बच्चे. അല്ല, ഊണൊക്കെ റെഡിയല്ലേ? ഊണപ്പുറത്ത്. നീ അപ്പുറം ചെല്ലി. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദ്യപ്പിക്ക് വലിയ ക്ഷീണമായി പോയി. അടിയറുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞുമാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൺ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല്, തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശൻ തന്നെയാണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോൻ ഉണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങയിൽ ഇനി 6 മാസത്തിന് ഒരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാം യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മളെ ടേപ്പ് റെക്കോർഡ് കാണാനില്ലല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണോ? എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിൽ നിന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടെല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം.